ആഗോള കത്തോലിക്ക സഭയുടെ സുപ്രധാന തീരുമാനങ്ങളെടുക്കുന്ന വത്തിക്കാൻ ഡൈക്കാസ്ട്രികളിലൊന്നായ ഡൈക്കാസ്ട്രി ഫോർ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലേക്ക് മുംബൈ സ്വദേശിയായ ക്രിസ്റ്റീൻ നെയ്ത്തിനെ ലിയോ 14 പാപ്പ അംഗമായി നിയമിച്ചു. ഭാരതീയാത്മായ നേതൃത്വത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന വലിയ അംഗീകാരമായാണ് ഈ നിയമനം വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇന്റർനാഷണൽ കാത്തലിക് മൈഗ്രേഷൻ കമ്മീഷൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ക്രിസ്റ്റീൻ നെയ്ത്തിനെ അടുത്ത 5 വർഷത്തേക്കാണ് പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വത്തിക്കാൻ വകുപ്പിൽ തന്റെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തുമെന്ന് ക്രിസ്റ്റീൻ നെയ്ത്തൻ പറഞ്ഞു. പരിശുദ്ധ പിതാവ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നു. മതിലുകൾ കെട്ടുന്നിടത്ത് പാലങ്ങൾ പണിയാനാണ് സഭ ആഗ്രഹിക്കുന്നതെന്ന് ക്രിസ്റ്റീൻ നെയ്ത്തൻ വ്യക്തമാക്കി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട താഴെത്തട്ടിലുള്ള പ്രവർത്തന പരിചയവുമായാണ് ക്രിസ്റ്റീൻ വത്തിക്കാനിലെത്തുന്നത്. മുംബൈയിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകയായാണ് ക്രിസ്റ്റീൻ തന്റെ പൊതുജീവിതം ആരംഭിച്ചത്. നിർമ്മാണ മേഖലയിലെയും വനം മേഖലയിലെയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി അവർ പോരാടി. 2006 മുതൽ 2014 വരെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയിൽ റീജിയണൽ സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിച്ചു. ഏഷ്യ പസഫിക് മേഖലയിലെ 21 രാജ്യങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും കുടിയേറ്റ ഭരണക്രമത്തിനും വേണ്ടി ക്രിസ്റ്റീൻ നെയ്ത്തൻ നേതൃത്വം നൽകി. നിലവിൽ മുംബൈ അതിരൂപതയുടെ മൈഗ്രന്റ് ആൻഡ് ലേബർ കമ്മീഷൻ അംഗമായും ക്രിസ്റ്റീൻ നെയ്ത്തൻ പ്രവർത്തിച്ചു വരുന്നു. മുംബൈ സർവകലാശാലയിൽ നിന്ന് സോഷ്യോളജിയിലും സൈക്കോളജിയിലും ബിരുദം നേടിയ ക്രിസ്റ്റീൻ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമപഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ അക്കാദമിക് പശ്ചാത്തലം നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങൾക്ക് കരുത്തേകി. ആഗോള സഭയുടെ ദൗത്യങ്ങളിൽ ഇന്ത്യൻ കത്തോലിക്കരുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിന് തെളിവാണ് ഈ നിയമനം.